കില്ലാടി അക്ഷയ് കുമാറിന്റെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സ്കൈ ഫോഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമില് റെന്റിനാണ് വന്നിരിക്കുന്നത്. 350 രൂപയുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. സോ ആമസോൺ പ്രൈം ഇപ്പൊ കാണിക്കുന്നത് ഭയങ്കര തെണ്ടിത്തരാന്ന് ഞാൻ പറയുള്ളൂ. ഈ ഇലനക്കിപ്പട്ടി കിറുനക്കിപ്പട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇവരുടെ സിനിമ കാണണം വെച്ചാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. പക്ഷെ പുതിയ പടമെന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ റെന്റിലായിരിക്കും. 350-400 രൂപ കൊടുത്താൽ കാണാത്തര. പിന്നെ ഇതിലും വേഗം തിയേറ്ററിൽ പോയി കണ്ടാൽ പോരെ. സോ അങ്ങനെ മാർച്ച് 7-ാം തീയതി ഒരു ലോഡ് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ പടമായിരുന്നു സ്കൈ ഫോഴ്സ്. അങ്ങനെ അതും കണ്ടു തീർത്തു. ഇന്ന് രാത്രി കുറെ പടം ഇറങ്ങുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഇവരെന്തിനും ഒരാഴ്ച ഗ്യാപ്പ് എടുക്കണം. ഓരോ ദിവസം ഓരോന്ന് ഇറക്കി വിട്ടൂടെ. നമ്മുടെ മമ്മൂട്ടിയുടെ 2023 ഇറങ്ങിയ ആറ്റം ബോംബായ ഏജന്റ് ഇന്ന് വൈകുന്നേരം തൊട്ട് സോണി ലിവിൽ സ്ട്രീം ചെയ്യും. നമ്മുടെ ബേസിൽ ജോസഫിന്റെ പൊന്മാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി സ്ട്രീം ചെയ്യും. സ്കൈ ഫോഴ്സ് സിനിമയെ പറ്റി പറയണം വെച്ചാൽ 1965 പാകിസ്ഥാനിലെ സർഗോദ എയർബേസിൽ ഇന്ത്യ നടത്തിയ ഒരു എയർ സ്ട്രൈക്കിനെ പറ്റി പറയുന്ന സിനിമയാണ്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. പക്ഷെ അത് കുറച്ച് ഫിലിമി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ കാണാനൊക്കെ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ ഫൈറ്റർ സിനിമയിൽ കണ്ട സീൻസും ഉറി സർജിക്കൽ സ്ട്രൈക്കിൽ കണ്ട സീൻസ് ഒക്കെ ഈ സിനിമയിലും കാണാൻ പറ്റും. ഇപ്പൊ ഫൈറ്ററിൽ വന്നിട്ട് നമ്മൾ കാണില്ലേ, എന്താണ് ഒരു മോക്ക് ഡ്രിൽ പോലെ നടത്തിയിട്ട് ഓരോരുത്തരെ ലോക്ക് ചെയ്യുന്നതും ബോർഡർ ക്രോസ് ചെയ്യരുത് പറയുമ്പോൾ ക്രോസ് ചെയ്യുന്നതും അതൊക്കെ നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റും. നല്ല സിനിമയാണ്. അതായത് 2 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വലിച്ചു നീട്ടലോ പാട്രിയോട്ടിസോ കുത്തിക്കയറ്റലോ ഒന്നുമില്ല. ഭയങ്കര ഷോർട്ട് ആൻഡ് ക്രിസ്പായി എടുത്തൊരു സിനിമ. VFX വർക്കിനെ പറ്റിയൊക്കെ പറയാൻ വെച്ചോ കിഡുലൻ ടോപ്പ് ഗൺ മാവേറിക്കിനെക്കാളും സൂപ്പർ എന്നൊന്നും പറയാനും പറ്റില്ല, എന്നാൽ കൊള്ളില്ല എന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അത്ര കൊടുത്ത ബഡ്ജറ്റിനുള്ള സാധനമൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് ഹാഫ് നമ്മൾ വന്നിട്ട് സർഗോദ എയർബേസിൽ പോയിട്ട് നടക്കുന്ന എയർ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ 2 പേര് തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻസ്, ബോണ്ടിങ്, ഫ്രണ്ട്ഷിപ്പ് അതൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് സെക്കൻഡ് ഹാഫ് ആണ്. അതിൽ ഫസ്റ്റ് ഹാഫിൽ ഈ സർഗോദ എയർബേസിൽ പോയിട്ട് ഈ അമേരിക്കക്കാര് പാകിസ്ഥാന് കൊടുത്ത ഒരു 11 സ്റ്റാർ സ്ട്രൈക്കർ അങ്ങനെ എന്തോ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ട്, ആ അടിച്ചിട്ടുള്ള സീനൊക്കെ കിട്ടില്ല തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിന്റെ മുമ്പ് വീർ പറഞ്ഞിട്ടൊരു നടൻ ചെയ്ത ആ ഒരു ആക്ടർ ചെയ്ത ഒരു സീൻസ് ഒക്കെ ഉണ്ട്, അറ്റാക്ക് ഉണ്ട്, പക്കാ രോമാഞ്ചമായിരുന്നു. സോ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുമ്പോൾ നമ്മുടെ കില്ലാടി ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ കില്ലാടി എന്തൊക്കെ കളിയാക്കിയാലും വെൻ ഇറ്റ് കംസ് ടു ഇമോഷണൽ സീൻസ് അങ്ങേര് പൊളി തന്നെയാണ്. പിന്നെ ഇതിലെ ഷോ സ്റ്റീലർ ആയിട്ട് തോന്നിയത് വീർ പറഞ്ഞ ആക്ടറാണ്. ആള് ഒരു ന്യൂ കമർ ആണ് തോന്നുന്നു. ടാബി പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. കിഡിലും പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതെന്തോ ഒരു മെഴുക് പ്രതിമ എന്ന് പോലെ തോന്നിയത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന് പകരം വേറെ വല്ലവരും ഇപ്പൊ നമ്മുടെ ഷാഹിദ് കപൂറിനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാസ്റ്റ് ചെയ്തിട്ട് വെച്ച് ഒന്നുകൂടി നന്നാവില്ലേന്ന്. സെക്കൻഡ് ഹാഫിൽ ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, കിഡിലൻ തന്നെയായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സാറ അലി ഖാൻ ആയാലും എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലത്തെ ആ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇന്റർവെൽ സീനിൽ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫ്ലോസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഇതില് എല്ലാ നമ്മൾ ഈ മറ്റേ ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ് ബേസ്ഡ് സിനിമയിലൊക്കെ നമ്മൾ കാണാം ഒരു അറ്റാക്ക് കഴിഞ്ഞ് വന്നു വെച്ചാൽ പിന്നെ ഡാൻസ് പാട്ടൊക്കെയാണ്. അതിൽ അക്ഷയ് കുമാർ മുകളിലത്തെ ഒരു ലൈറ്റിലൊക്കെ തൂങ്ങി വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വരെ തോന്നി. അതേപോലെ തന്നെ ഇവരുടെ